ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റഡി ടൈം പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SBIയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ജൂനിയർ അസോസിയേറ്റ് തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ക്ലർക്ക് എന്നറിയപ്പെട്ടിരുന്ന തസ്തിക പുനർനാമകരണം ചെയ്താണ് ജൂനിയർ അസോസിയേറ്റ് എന്ന് മാറ്റിയിരിക്കുന്നത്. ആകെ 14,191 ഒഴിവുകളാണ് നിലവിൽ ഉള്ളത്. യോഗ്യത എന്ന് പറയുന്നത് ബിരുദമാണ്. തുടക്കത്തിൽ തന്നെ 45,000-ഓളം രൂപ ശമ്പളം നേടാൻ പറ്റിയ നല്ലൊരു തസ്തികയാണ് ജൂനിയർ അസോസിയേറ്റ് എന്ന് പറയുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി എന്ന് പറയുന്നത് 17/12/2024 മുതൽ 7/1/2025 വരെയാണ്. 2025 ജനുവരി 7 വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുക. പരീക്ഷ എന്ന് പറയുന്നത് 2 ഘട്ടങ്ങളായിട്ടാണ്. പ്രിലിമിനറി, മെയിൻസ് എന്നിങ്ങനെ 2 ഘട്ടങ്ങളാണ്. കൂടാതെ ഒരു ലോക്കൽ ലാംഗ്വേജിലെ ഒരു ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. പ്രിലിമിനറി എക്സാം വരുന്നത് ഫെബ്രുവരി മാസത്തിലും മെയിൻസ് എക്സാം വരുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലുമാണ്. എസെൻഷ്യൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദമാണ് അല്ലെങ്കിൽ തത്തുല്യം, അതാണ് യോഗ്യത എന്ന് പറയുന്നത്. കൂടാതെ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അവർ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ 31/12/2024 മുന്നേ യോഗ്യത നേടിയിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് പ്രായപരിധി നോക്കാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1/4/2024 അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. 20-നും 28-നും ഇടയിലുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. കുറഞ്ഞ പ്രായം 20-ഉം കൂടിയ പ്രായം 28-ഉമാണ്. എന്നാൽ ഏജ് റിലാക്സേഷൻ വരുന്ന വിഭാഗങ്ങളെ നമുക്ക് നോക്കാം. SC/ST വിഭാഗത്തിന് 5 വർഷത്തെയും OBC വിഭാഗത്തിന് 3 വർഷത്തെയും PWBDയിലെ ജനറൽ EWS വിഭാഗത്തിന് 10 വർഷത്തെയും PWBDയിൽ SC/ST വിഭാഗത്തിന് 15 വർഷത്തെയും PWBD OBC വിഭാഗത്തിന് 13 വർഷത്തെയും ഇളവ് ലഭിക്കും. കൂടാതെ നിയുക്ത ഉടമമാർക്ക് പരമാവധി 50 വയസ്സ് വരെയുള്ളതും വിധവകൾക്കും വിവാഹമോചനം നേടിയിട്ടുള്ള സ്ത്രീകൾക്കും 7 വർഷത്തെ ഇളവാണ് അനുവദിച്ചിട്ടുള്ളത്. പരമാവധി വയസ്സെന്ന് പറയുന്നത് ജനറൽ EWS വിഭാഗത്തിന് 35 വയസ്സും OBC വിഭാഗത്തിന് 38 വയസ്സും SC/ST വിഭാഗത്തിന് 40 വയസ്സുമാണ്. അതുപോലെ തന്നെ ട്രെയിൻഡ് അപ്രൻറ്റീസ് ഓഫ് SBI, അത് SC/ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിൽ 6 വർഷത്തെയും OBC വിഭാഗത്തിലുള്ളതാണെങ്കിൽ 4 വർഷത്തെയും ജനറൽ EWS വിഭാഗത്തിലുള്ളതാണെങ്കിൽ 1 വർഷത്തെയും PWBD SC/ST വിഭാഗത്തിലുള്ളതാണെങ്കിൽ 16 വർഷത്തെയും PWBD OBC വിഭാഗത്തിലുള്ളതാണെങ്കിൽ 14 വർഷത്തെയും PWBD ജനറൽ EWS വിഭാഗത്തിലുള്ളതാണെങ്കിൽ 11 വർഷത്തെയും ഇളവാണ് പ്രായത്തിൽ ലഭിക്കുക. അടുത്തത് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു 2 ഘട്ടങ്ങളിലായിട്ടുള്ള പരീക്ഷയാണുള്ളത്. പ്രിലിമിനറി എക്സാമും അതുപോലെ തന്നെ മെയിൻസ് എക്സാമും പിന്നെ ഒരു ലോക്കൽ ലാംഗ്വേജിലുള്ള ഒരു ടെസ്റ്റും ഉണ്ടാവുമെന്ന് പറഞ്ഞു. പ്രിലിമിനറി എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. 1 മണിക്കൂറാണ് പരീക്ഷാ സമയം എന്ന് പറയുന്നത്. 3 കാറ്റഗറികളായിട്ടാണ് ഈ എക്സാമിനെ തിരിച്ചിട്ടുള്ളത്. 3 സെക്ഷനുകളാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി, എങ്ങനെ 3 സെക്ഷനുകളായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. 20 മിനിറ്റ് വീതമുള്ള 3 സെക്ഷനുകളാണ്. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന് 30 മാർക്കും ന്യൂമറിക്കൽ എബിലിറ്റിക്ക് 35 മാർക്കും, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 1 മാർക്ക് വീതമുള്ള 30 ചോദ്യങ്ങൾ, ന്യൂമറിക്കൽ എബിലിറ്റിയിൽ 1 മാർക്ക് വീതമുള്ള 35 ചോദ്യങ്ങൾ, റീസണിങ് എബിലിറ്റിയിൽ 35 ചോദ്യങ്ങളാണ്. 1 മാർക്ക് വീതമുള്ള 35 ചോദ്യങ്ങൾ. ആകെ 100 മാർക്കിന് ആകെ സമയം എന്ന് പറയുന്നത് 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ മാത്രമാണ് സമയം എന്ന് പറയുന്നത്. 100 ചോദ്യം അറ്റൻഡ് ചെയ്യാൻ 1 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ എക്സാമിന് മൈനസ് മാർക്കുണ്ട്. 4 തെറ്റുകൾക്ക് 1 മാർക്ക് വെച്ചാണ് മൈനസ് മാർക്ക് വരുന്നത്. ഒരു തെറ്റിന് 1/4 മാർക്ക് മൈനസ് ആയിട്ട് വരും. അടുത്തത് മെയിൻസ് എക്സാം നോക്കാം. മെയിൻസ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. പ്രിലിംസിന് 3 സെക്ഷനുകളായിട്ടാണ് പരീക്ഷ എങ്കിൽ മെയിൻസിന് 4 സെക്ഷനുകളായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ആകെ പ്രിലിംസിൽ 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണെങ്കിൽ മെയിൻസിൽ 200 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. പരീക്ഷ ടൈമിലും വ്യത്യാസമുണ്ട്. നേരത്തെ 1 മണിക്കൂറാണെങ്കിൽ ഇവിടെ മെയിൻസിന് 2 മണിക്കൂറും 40 മിനിറ്റുമാണ് പരീക്ഷാ സമയം എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് സെക്ഷനുകൾ നോക്കാം. ജനറൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ്സിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 50 ആണ്. മാക്സിമം മാർക്ക് 50 ആണ്. അനുവദിച്ചിരിക്കുന്ന സമയം 35 മിനിറ്റാണ്. ജനറൽ ഇംഗ്ലീഷിന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 40 ആണ്. മാക്സിമം മാർക്കും 40 ആണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 35 മിനിറ്റാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 50 ചോദ്യങ്ങളാണ്. 50 മാർക്കാണ് മാക്സിമം. 45 മിനിറ്റാണ് സമയം എന്ന് പറയുന്നത്. റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിന് 50 ചോദ്യങ്ങളാണ്. മാർക്ക് എന്ന് പറയുന്നത് 60 മാർക്കാണ്. സമയം 45 മിനിറ്റാണ്.
ഇംഗ്ലീഷ് ഒഴികെയുള്ള സബ്ജക്റ്റുകളെല്ലാം പ്രാദേശിക ഭാഷകളിലും പരീക്ഷ എഴുതാവുന്നതാണ്. കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുന്നവർക്ക് മലയാളത്തിലും പരീക്ഷ എഴുതാവുന്നതാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടായിരിക്കും. മെയിൻസ് എക്സാമിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈനസ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. സെയിം 4 തെറ്റിന് 1 മാർക്ക് എന്ന നിലയിലാണ്. ഓരോ സംസ്ഥാനത്തെയും അനുവദിച്ചിരിക്കുന്ന ഭാഷകളാണ് പറയുന്നത്. അത് നമുക്ക് കേരളത്തിലെ മാത്രം നോക്കാം. കേരളത്തിൽ എന്ന് പറയുന്നത് 16ാമത്തേതായിട്ട് കാണാം ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നിങ്ങനെ 3 ഭാഷകളിലാണ് പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കുക. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ലോക്കൽ ലാംഗ്വേജിൽ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ആ ടെസ്റ്റ് എല്ലാവരും എഴുതണമെന്നില്ല. അതായത് 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് തലത്തിൽ, അതായത് +2 തലത്തിൽ ലോക്കൽ ലാംഗ്വേജ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് എഴുതേണ്ട ആവശ്യമില്ല. 10ാം തലത്തിൽ അല്ലെങ്കിൽ 12ാം തലത്തിൽ പാസ്സായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന മാർക്ക് ലിസ്റ്റ് ഹാജരാക്കിയാൽ മതിയായിരിക്കും. നമ്മൾ എക്സാമിൻ്റെ ഡേറ്റ് പറഞ്ഞു. പ്രിലിമിനറി എക്സാം ഫെബ്രുവരി മാസത്തിലാണ് നടക്കുക. 2025 ഫെബ്രുവരി മാസത്തിലായിരിക്കും പ്രിലിമിനറി എക്സാം നടക്കുക. മെയിൻ എക്സാം മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലുമായിട്ടാണ് നടക്കുക. എക്സാം തീയതിയോ സെൻറ്ററോ ഒന്നും മാറ്റാൻ വേണ്ടി സാധിക്കുന്നതല്ല. പേ സ്കെയിൽ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് 24,050 മുതലാണ് 64,480 ആണ്. എല്ലാ അലവൻസുകളും കൂടി 45,000 മുകളിൽ എന്തായാലും എല്ലാവർക്കും തുടക്കത്തിൽ തന്നെ ശമ്പളം ലഭിക്കുന്നതാണ്. ഇനി പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. ഈ തസ്തികയ്ക്ക് പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. 6 മാസക്കാലമാണ്. ജോലി കിട്ടിയാൽ 6 മാസക്കാലം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. പരീക്ഷയുടെ കോൾ ലെറ്ററുകൾ പരീക്ഷയുടെ 10 ദിവസം മുന്നേ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ പരീക്ഷയ്ക്ക് ഹാജരാകുമ്പോൾ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ID പ്രൂഫും നിർബന്ധമായും കയ്യിൽ കരുതേണ്ടതാണ്. പരീക്ഷ ഫീസ് എന്ന് പറയുന്നത് SC, ST, PWBD, XS, DXS വിഭാഗങ്ങൾക്ക് പരീക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ജനറൽ, OBC, EWS വിഭാഗങ്ങൾക്ക് 750 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത്. അപ്ലൈ ചെയ്യേണ്ടത് SBIയുടെ bank.sbi എന്ന വെബ്സൈറ്റ് മുഖേനയാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട സൈറ്റിൻ്റെ ലിങ്കാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ ലിങ്ക് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ SBIൻ്റെ ഹെൽപ്പ് ഡെസ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 02222820427 ആണ്. വർക്കിംഗ് ഡേയ്സിൽ 11 മണി മുതൽ 5 മണി വരെ ഹെൽപ്പ് ഡെസ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഇത്തരം ഒരു ഡിക്ലറേഷൻ നിർബന്ധമായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ആ ഡിക്ലറേഷൻ്റെ മോഡലാണ് ഇവിടെ കാണുന്നത്. ഇത് സ്വന്തം കൈപ്പടയിൽ കറുപ്പ് മഷി പേന കൊണ്ട് എഴുതി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കൂടാതെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അടുത്തിടെ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കൂടാതെ സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ എന്നിവയും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എക്സാമിനേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് കേരളത്തിൽ ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിങ്ങനെ 11 സ്ഥലങ്ങളിലാണ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് അനുവദിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ഈ ചാർട്ടിൽ കാണുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും UTയിലുമുള്ള വേക്കൻസികളാണ്. വേക്കൻസികൾ കേരളത്തിൽ നമുക്ക് നോക്കാം. ഈ ടേബിളിൽ ഏറ്റവും ലാസ്റ്റ് തിരുവനന്തപുരം റീജിയൻ കാണാം. കേരളത്തിൽ വരുന്നത് 426 വേക്കൻസികളാണ്. ആകെ 426 വേക്കൻസികളാണ് കേരളത്തിൽ വരുന്നത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ടീം സ്റ്റഡി ടൈം PSC.